ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് ഭാരത് ലൈവിൽ നമ്മുടെ കൂടെയുള്ളത് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള RV ബാബു ചേട്ടനാണ്. ചേട്ടാ നമസ്കാരം. വാപുര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ വലിയ വിവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എരുമേലിയിൽ വാപുര ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ കോടതി ഇടപെടുന്നു. അവിടെ ക്ഷേത്രം ഉയരണമെന്ന് പറയുന്നുണ്ട്. ഇനി അതല്ല, വാവർ മാത്രമാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. ഇത് എന്താണ്, സംഘപരിവാറിന്റെ ഒരു ആശയമാണ്. സംഘപരിവാർ സമൂഹത്തിൽ വിഷം കലർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ വാപുര ക്ഷേത്രം എന്ന പല വിധത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് വാപുര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നത്? വാപുരൻ എന്ന സങ്കല്പം ധർമ്മശാസ്താവുമായി ബന്ധപ്പെട്ടതാണ്. ധർമ്മശാസ്താവിന്റെ ഭൂതഗണങ്ങളിൽ ഒരാളാണ് വാപുരൻ എന്ന് പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് പൗരാണിക ഗ്രന്ഥങ്ങളിൽ അയ്യപ്പ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുള്ള നിരവധി ഗ്രന്ഥങ്ങളിൽ ഈ വാപുരൻ എന്ന സങ്കല്പത്തെക്കുറിച്ച് പലതവണ ആവർത്തിച്ച് പറഞ്ഞു. ഇപ്പോ ധർമ്മശാസ്താവിന്റെ മറ്റ് ഭൂതഗണങ്ങളെ പോലെ തന്നെ കറുത്ത എന്നൊക്കെ പറഞ്ഞിട്ട് കറുപ്പസ്വാമി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഭൂതഗണങ്ങളുണ്ട്. അതൊക്കെ അയ്യപ്പന്റെ ഭൂതഗണം, ധർമ്മശാസ്താവിന്റെ ഭൂതഗണങ്ങളിൽപ്പെട്ടതാണ്. അതിലൊരാളാണ് ഈ പറയുന്ന വാപുരൻ. അപ്പോ വാപുരൻ ആണ് യഥാർത്ഥത്തിൽ ഈ ധർമ്മശാസ്താവിന്റെ വാപുരനാണ് എരുമേലിയിലെ പള്ളിയിലെ വാവര് എന്ന തെറ്റിദ്ധാരണയുണ്ട് പലർക്കും. അത് രണ്ടും രണ്ടാണ്. ധർമ്മശാസ്താവിന്റെ ഭൂതഗണത്തിൽപ്പെട്ട വാപുരൻ, ആ വാപുരൻ എന്നുള്ളത് ഭക്തജനങ്ങൾ വളരെ ഗൗരവമായിട്ട് അല്ലെങ്കിൽ ഭക്തിയോടെ ആരാധിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ട ഒരാളാണ് എന്നാണ് സങ്കല്പം. അതുകൊണ്ട് എരുമേലിയിലെ ക്ഷേത്രത്തിൽ നടത്തിയ അവിടുത്തെ അവിടെ പണിയുന്ന ആളുകൾ അവിടെ ദേവപ്രശ്നം നടത്തിയ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞ കാര്യം, 2 തവണ നടത്തിയ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞ കാര്യം, വാപുരന് എരുമേലിയിൽ ഒരു ക്ഷേത്രം ഉയരണം, ക്ഷേത്രം ഉണ്ടാവണം, വാപുരന് പ്രതിഷ്ഠ വേണം എന്ന ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ അവിടെ വാപുരനൊരു ക്ഷേത്രം ഉയർത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത്. അപ്പോ വാപുരനെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലെ എല്ലാവർക്കും ഉണ്ട്. വാവരെ ആരാധിക്കേണ്ടവർക്ക് അത് ആരാധിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. അത് വേണമെങ്കിൽ വാവരെ ആരാധിക്കുന്നവർ നിലവിൽ എരുമേലിയിൽ പേട്ടതുള്ളി വാവരുടെ പള്ളിയിൽ കയറി പോകുന്ന ആൾക്കാർ അങ്ങനെ ചെയ്തോട്ടെ, നമുക്കതിന് വിരോധമൊന്നുമില്ല. വാപുരനെ ആരാധിക്കുന്നവർ വാപുരനെ ആരാധിച്ചോട്ടെ. ഇവിടെ എന്തിനാണ് ഈ മനഃപൂർവ്വം ഇത്തരത്തിലുള്ള വിവാദം ഉണ്ടാക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടം ആളുകൾ അവരുടെ വിശ്വാസത്തിനനുസരിച്ച് നിയമാനുസൃതം അവിടെ ഒരു ക്ഷേത്രം പണിയാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിന് മറ്റുള്ളവർ തടസ്സപ്പെടുത്തേണ്ടതില്ല, അതിനൊരു വിവാദമാക്കേണ്ടതില്ല. അപ്പൊ ആസൂത്രിതമാണ് ഈ വിവാദം ഉണ്ടാക്കൽ, ആസൂത്രിതമാണ്. അതിന്റെ പിന്നിൽ മറ്റു താല്പര്യങ്ങളാണുള്ളത്. യഥാർത്ഥത്തിൽ വാപുരൻ എന്നുള്ളത് ധർമ്മശാസ്താവിന്റെ ഭൂതഗണത്തിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന്റെ ആരാധിക്കുകയും അദ്ദേഹത്തിന് ശബരിമലയിൽ തന്നെ അദ്ദേഹത്തിന് ഒരു ക്ഷേത്രം ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഭക്തജനങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് സ്വാഗതം ചെയ്യേണ്ട കാര്യമാണ്. അതിൽ ഒരു തെറ്റുണ്ടോ എന്ന് പറയാൻ സാധ്യമല്ല. ഇതിൽ പ്രധാന ചോദ്യമായി വരുന്നത് വാവർ സ്വാമിയുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് വാവർ സ്വാമി എന്ന് പറയുന്ന ഒരു സങ്കല്പം ഈ വാപുര സ്വാമി എന്ന് പറയുന്ന സങ്കല്പത്തിൽ നിന്ന് തെറ്റിദ്ധരിച്ചുണ്ടായതാണോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി നിൽക്കുന്നത്. ഇപ്പോ അവിടെ പ്രശ്നം വെക്കുകയും അപ്പോ ജ്യോതിഷ പ്രശ്നപ്രകാരം അവിടെ തെളിഞ്ഞത് വാപുരന്റെ ക്ഷേത്രം അവിടെ വേണം എന്ന് തെളിയുകയും, പക്ഷെ അങ്ങനെ ഒരു ക്ഷേത്രം അവിടെ വന്നു കഴിഞ്ഞാൽ അത് ഈ വാവർ സങ്കല്പത്തിന് എതിരായ ഒരു കാര്യമായി മാറും എന്ന രീതിയിൽ ഇവിടെയുള്ള എന്താണ് ഇടത് വലത് മുന്നണികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന തരത്തിലാണ് അവരുടെ പ്രതികരണം വരുന്നത്. അപ്പൊ ആ തരത്തിൽ ഈ ഹിന്ദുക്കളുടേതായിട്ടുള്ള ആചാരങ്ങളിൽ എപ്പോഴും ഒരു കൈകടത്തൽ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നതല്ലേ? അല്ലെ, ഒന്ന് ഈ വാവര് എന്ന് ഇപ്പൊ ഇവര് പറയുന്ന ആൾ അത് അയ്യപ്പനുമായി ബന്ധപ്പെട്ടതാണ്. അയ്യപ്പനും ധർമ്മശാസ്താവും ഒന്നല്ല. അത് ആദ്യം ഇവര് തെറ്റിദ്ധരിക്കുന്നതാണോ മനസ്സിലാക്കാത്തതാണോ എന്ന് എനിക്കറിയില്ല. അയ്യപ്പനും ധർമ്മശാസ്താവും രണ്ടും 2 എൻറ്റിറ്റിയാണ്. അയ്യപ്പൻ വേറൊന്നാണ്, ധർമ്മശാസ്താവ് വേറെ. അയ്യപ്പൻ ധർമ്മശാസ്താവിൽ ശബരിമലയിൽ പോയി ധർമ്മശാസ്താവിൽ വിലയം പ്രാപിച്ചു എന്നുള്ളതാണ് ഐതിഹ്യം, അതാണ് കഥ. അപ്പോ ധർമ്മശാസ്താവിന്റെ ക്ഷേത്രമാണ് ശബരിമലയിലുള്ളത്. ആ ധർമ്മശാസ്താവിൽ അയ്യപ്പൻ വിലയം പ്രാപിച്ചു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പൊ അയ്യപ്പനായിരുന്ന സമയത്ത് അയ്യപ്പന്റെ സുഹൃത്തായിട്ട് വാവരുണ്ടായിരുന്നോ ഇല്ല എന്നുള്ളതൊക്കെ അത്തരം കെട്ടുകഥകൾ ഒരുപാടുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഈ മതസൗഹാർദ്ദം ഉണ്ടാക്കാൻ വേണ്ടി ആസൂത്രിതമായിട്ട് കുറെ കഥകൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതങ്ങനെ സമൂഹത്തിൽ ഉറക്കുകയും ചെയ്യും. ചില നരേറ്റീവുകൾ ഉണ്ടാക്കിയിട്ട് സമൂഹത്തിൽ ഉറക്കി. അപ്പൊ നമുക്കറിയാം ഈ ചേരമൻ പെരുമാൾ, കൊടുങ്ങല്ലൂരിലെ ചേരമൻ പെരുമാൾ
അതെ. മക്കയിൽ പോയി മതം മാറിയെന്ന് ഒരു ഐതിഹ്യം ഉണ്ട്. യഥാർത്ഥത്തിൽ അത് കെട്ടുകഥയാണ് എന്ന് അറിയപ്പെടുന്ന ചരിത്രകാരന്മാർ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ MGS നാരായണനെ പോലുള്ള അറിയപ്പെടുന്ന ചരിത്രകാരന്മാർ മുഴുവൻ പറഞ്ഞിട്ടുണ്ട് ചേരമാൻ പെരുമാള് മക്കത്ത് പോയി മതം മാറി എന്നുള്ളത് കെട്ടുകഥയാണ്. ഇപ്പൊ ചേരമാൻ പെരുമാള് മതം മാറി എന്ന് പറയുന്നതിന്റെ കാര്യം എന്താ? ഹിന്ദുക്കൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നത് തെറ്റില്ല, ഹിന്ദുവായിട്ടുള്ള ഒരു വലിയ രാജാവ് തന്നെ മതം മാറി ഇസ്ലാമായിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാം മതത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പരസ്പര സൗഹാർദ്ദം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള കെട്ടിച്ചമയ്ക്കുന്ന കഥയാണ്. ഇത്തരത്തിലുള്ള ഐതിഹ്യങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. മഹാബലി കേരളം ഭരിച്ചു. അങ്ങനെ ഏത് ഐതിഹ്യത്തിലാണ് ഉള്ളത് മഹാബലി കേരളം ഭരിച്ചു? മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്നുള്ള പാട്ടൊക്കെ ഉണ്ട്, നമ്മൾ പാടാറുണ്ട്. ഏത് ഐതിഹ്യത്തിലാണ് മഹാബലി കേരളം ഭരിച്ചു എന്നുള്ളത്? മഹാബലി ഒരു കാലത്തും കേരളം ഭരിച്ചു. മഹാബലി ഭരിച്ചത് ഗുജറാത്തിൽ ഒരു സ്ഥലത്താണ്. അദ്ദേഹം ഭരിച്ചിരുന്നത് ഗുജറാത്തിലാണ്. കേരളവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ എങ്ങനെയൊക്കെയോ കേരളത്തിൽ മഹാബലി കേരളം ഭരിച്ചു എന്നുള്ളൊരു കഥ രൂപപ്പെടുകയും അത് സമൂഹ മനസ്സിൽ ഉറക്കുകയും ചെയ്തു. നമ്മളതിനെ എതിർക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള കുറെ കെട്ടുകഥകളുടെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞതാണ് നമ്മൾ ഈ വാവര് എന്ന സങ്കല്പം. അയ്യപ്പന്റെ സുഹൃത്തായിരുന്നു, അയ്യപ്പനുമായിട്ട് ആദ്യം യുദ്ധം ചെയ്തു, പിന്നീട് അയ്യപ്പന് കീഴടങ്ങി, അയ്യപ്പന്റെ വലിയ വിശ്വസ്തനായി തീർന്നു എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ ഈ മതസൗഹാർദ്ദം ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുറെ ഫാൻസി ഡ്രസ് മതസൗഹാർദ്ദക്കാരുണ്ട് നാട്ടിൽ. അതായത് നമ്മുടെ ഈ കുട്ടികളെയൊക്കെ വീട്ടിൽ നമ്മുടെ ചില പരിപാടികളിൽ പ്രകടനം നടത്തിക്കുമ്പോൾ റോഡിലൂടെ ഘോഷയാത്ര പോകുമ്പോൾ മുന്നില് 3 പേരെ നിർത്തും. ഒരു പള്ളിയിലച്ഛന്റെ വേഷം കിട്ടിക്കും, ഒരാളെ ഒരു മൊയിലിയാരുടെ വേഷം കെട്ടിക്കും, മറ്റൊരാളെ പുണൂലം കിട്ടി ചിലപ്പോൾ ഒരു ആളുടെ വേഷം കെട്ടിക്കും. അങ്ങനെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സൗഹാർദ്ദം, ഇത്തരത്തിലുള്ള ഫാൻസി ഡ്രസ് സൗഹാർദ്ദമാണ് യഥാർത്ഥത്തിൽ ഈ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് വാവരൊരു ഭാഗത്ത്, വെളുത്തച്ഛൻ മറുഭാഗത്ത്. വെളുത്തച്ഛന്റെ കഥയും കൂടി ഇതിനകത്ത് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതെല്ലാം അപഹാസ്യമാണ്. ഇതിനൊക്കെ ഇങ്ങനെയൊന്നും മതസൗഹാർദ്ദം ഉണ്ടാക്കാൻ പറ്റില്ല. മതസൗഹാർദ്ദം വൺ വേ ട്രാഫിക് അല്ലല്ലോ. മുസ്ലിം സമൂഹം വാവരെ അംഗീകരിക്കുന്നുണ്ടോ? മുസ്ലിം സമൂഹം ഈ കഥയിൽ വിശ്വസിക്കുന്നുണ്ടോ? മുസ്ലിം സമൂഹം ഈ പറയുന്ന വാവരും അയ്യപ്പനും തമ്മിലുള്ള സൗഹൃദത്തിൽ വിശ്വസിച്ചുകൊണ്ട് അയ്യപ്പനെ കൂടി അവരുടെ സൗഹാർദ്ദത്തിന്റെ ഭാഗമായി ആരാധിക്കുകയോ ആദരിക്കുകയോ അവരുടെ വീട്ടിൽ ആ അയ്യപ്പന്റെ ഫോട്ടോ വെക്കുകയോ ചെയ്യുന്നുണ്ടോ? വെളുത്തച്ഛനെ അംഗീകരിക്കുന്ന ക്രൈസ്തവര് ഈ അയ്യപ്പനെ വെളുത്തച്ഛന്റെ കൂട്ടത്തിൽ ഫോട്ടോ ആദരിക്കാനും ആരാധിക്കാനും തയ്യാറുണ്ടോ? അപ്പോ വൺ വേ ട്രാഫിക് ആണ്. നമ്മൾ വാവരെ ആരാധിക്കും, നമ്മൾ വെളുത്തച്ഛനെ ആരാധിക്കും. എന്നാൽ ക്രൈസ്തവര് അയ്യപ്പനെയും അംഗീകരിക്കുന്നില്ല, ആരാധിക്കുന്നില്ല. മുസ്ലിങ്ങൾ ഈ പറയുന്ന അയ്യപ്പനെ അംഗീകരിക്കാൻ തയ്യാറല്ല. ഇത് വൺ വേ ട്രാഫിക് ആണ് യഥാർത്ഥത്തിൽ. ഇത് അങ്ങോട്ടുള്ള പോക്ക് മാത്രമേ ഉള്ളൂ, ഇങ്ങോട്ടുള്ള പോക്കില്ല. ഇത് അടിസ്ഥാനപരമായ ഒരു ഒരു വൈകൃതമാണ്. തികച്ചും വികൃതമായ ഒരു മതസൗഹാർദ്ദ സങ്കല്പത്തിൽ ഊന്നിക്കൊണ്ടാണ് ഈ സങ്കല്പം ഉയർത്തുന്നത്. അപ്പൊ അതിനെയൊക്കെ നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇപ്പോഴത്തെ നിലവിൽ എരുമേലിയിൽ ഉയരുന്ന വാപുര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവിടെ ക്ഷേത്രം ഉയർന്നിരുന്നുവെന്നും അതിന്റെ ഭാഗമായിട്ട് അത് കോടതി ഉത്തരവ് മുഖേന അതിപ്പം താൽക്കാലികമായി സ്റ്റേ ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നും അവിടെ ചില കെട്ടിയ തറ പൊളിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അതിന്റെ ഒരു അവസ്ഥ എന്താണ്? ഒന്ന്, നമ്മൾ ആ കേസുമായി ബന്ധപ്പെട്ട് ഹിന്ദു ഐക്യവേദിയല്ല കേസ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഞാൻ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് ഈ ക്ഷേത്രം പണിയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഏതെങ്കിലും ഒരു സംഘടനയുടെ പേരിലല്ല ഈ ക്ഷേത്രം പണിയുന്നത്. അവിടുത്തെ ഭക്തജനങ്ങൾ ഒരു സമിതിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ ചെയ്യുന്നു. അതിനകത്ത് അറബത്തുകാരുണ്ടാവാം, ഹിന്ദു പരിഷത്തുകാരുണ്ടാവാം, ഹിന്ദു ഐക്യവേദിക്കാരുണ്ടാവാം, നാട്ടുകാരെങ്കിലും ഒക്കെ ഉണ്ടാവാം. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേസ് കോടതി ഇപ്പോൾ നിലവിൽ അവിടെ സ്റ്റേ കൊടുത്തിരിക്കുന്നത് ക്ഷേത്രം അവിടെ ഉയർന്നതിനെതിരായിട്ടല്ല, മറിച്ച് അവിടെ നിയമാനുസൃതം പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ കെട്ടിട നിർമ്മാണത്തിന് ശ്രമിച്ചു എന്നുള്ളതാണ്. അതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് അത് ഉയർത്തിയിരിക്കുന്നത്. മറിച്ച് അവരുടെ ക്ഷേത്രം എതിരായിട്ടുള്ള കോടതി വിധി അവിടെ ഇല്ല. നിയമാനുസൃതം പഞ്ചായത്തിൽ നിന്ന് അനുമതിയോട് കൂടിയിട്ട് അവിടെ ആരാധനാലയം പണിയുന്നതിന് ഒരു തടസ്സവും കോടതി പറഞ്ഞിട്ടില്ല. അപ്പോ കോടതിയുടെ വിധി വാപുര ക്ഷേത്രത്തിനെതിരായിട്ടല്ല, മറിച്ച് അവിടെ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ പറയുന്ന ക്ഷേത്ര നിർമ്മാതാക്കൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിന് കോടതിക്ക് തടയാനും പറ്റില്ല. കാരണം നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നതിനനുസരിച്ച് ഈ നാട്ടിലെ ഏത് ദൈവത്തെയും ആരാധിക്കാനും അതിന് അവർക്ക് ക്ഷേത്രം പണിയാനും ആരാധനാലയം സ്ഥാപിച്ച് അത് നടത്തിക്കൊണ്ടുപോകാനൊക്കെയുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്, ഹിന്ദുക്കൾക്കുണ്ട്. അത് ഹിന്ദുക്കൾക്ക് മാത്രം തടയാൻ സാധ്യമല്ല. ആരെ ആരാധിക്കണം എന്ന് സർക്കാരിനെ നിഷ്കർഷിക്കാനും പറ്റില്ല. ഒരു ഗവൺമെന്റിനും നിങ്ങൾ ഇന്ന ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്, വാവരെ ആരാധിച്ചോളണം, വാവറിനെ ആരാധിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ.
അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ കേവലം ഒരു പ്രചരണം മാത്രമാണ്. അടിസ്ഥാനപരമായി ആർക്കാണ് ഇതിന്റെ ഈ പറയുന്ന നോവുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മുസ്ലിം സമുദായത്തിന് ഏതായാലും വാവരിത്ര മഹാനൊന്നുമല്ല, അവർ അംഗീകരിക്കുന്നില്ല. എരുമേലിയിലെ ഉള്ളത് വാവര് പള്ളിയുമല്ല. എരുമേലിയിലെ പള്ളി നൈനാർ പള്ളിയാണ്. വാവരുടെ പേരിൽ ഒരു പള്ളി എരുമേലിയിലില്ല. വാവരുടെ ഒരു സങ്കല്പവും എരുമേലിയില്ല. അപ്പോ ഇതുണ്ട് എന്ന് ധരിക്കുന്നത് ഈ പറയുന്ന അയ്യപ്പ വിശ്വാസികൾ കുറച്ചു പേരാണ് ഉണ്ട് എന്ന് ധരിച്ചിട്ട് അതിനെ മുതലാക്കുകയാണ്. ആര് മുതലാക്കുന്നു? യഥാർത്ഥത്തിൽ എരുമേലി പള്ളിക്കാര് ഈ വാവര സങ്കല്പത്തെ വെച്ച് നല്ല കച്ചവടം ചെയ്യുകയാണ്. ശബരിമല നടയുടെ അടുത്തും ഇതുപോലെ വാവരുടെ ഒരു നട തുറന്നിട്ട് നല്ല കച്ചവടം. അപ്പൊ ഇതിന്റെ കച്ചവട സാധ്യത മുതലെടുത്തുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ വാവര സങ്കല്പത്തെ കച്ചവട ചരക്കാക്കി മാറ്റുന്നു, ഭക്തരെ കൊള്ളയടിക്കുന്നു, അയ്യപ്പ ഭക്തന്മാരെ ചൂഷണം ചെയ്യുന്നു ഈ വാവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക, ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ള ശ്രമം ആരെങ്കിലുമൊക്കെ ചെയ്താൽ അതിനെ പിന്തുണയ്ക്കാൻ എനിക്ക് ചോദിക്കുകയുണ്ടാവും. തീർച്ചയായിട്ടും. എന്തായാലും അങ്ങ് പറഞ്ഞതുപോലെ വിശ്വാസങ്ങളും അതുപോലെ തന്നെ ആചാരപരമായ കാര്യങ്ങളും ഒക്കെ വൺ വേ ട്രാഫിക് മാത്രമായി ഒതുങ്ങാതിരിക്കട്ടെ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൂടുതൽ വിഷയങ്ങൾ നമുക്ക് ഇക്കാര്യത്തിൽ ഇത്തരം ചർച്ചകളിലേക്ക് അങ്ങയുടെ സമയത്തിനനുസരിച്ച് വരാം. എന്തായാലും വളരെ വലിയ വിലപ്പെട്ട സമയം ഇങ്ങനെ നിൽക്കുന്നതിനിടയിലും തിരക്കുകൾക്കിടയിലും ഞങ്ങളോട് സഹകരിച്ചതിന് ഒരുപാട് നന്ദി. ഇനിയും നമുക്ക് കാണാം.